പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും 25-ാം തീയതിയോട് കൂടിയാണ് നമ്മളുടെ കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുക. ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടിശ്ശികയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുക കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നുമുണ്ട്. ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഇപ്പോഴിതിൻ്റെ നടപടിക്രമങ്ങൾ. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സാധാരണ രീതിയിൽ 25-ാം തീയതി ഒക്കെ ആകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും, അല്ലെങ്കിൽ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊരു 16-ാം തീയതിയോ അല്ലെങ്കിൽ 15-ാം തീയതി കഴിയുന്നതോടുകൂടിയാണ് ഇതിൻ്റെ പ്രഖ്യാപനം കറക്റ്റായിട്ട് വരിക. അതിനുശേഷം 25-ാം തീയതിയോടുകൂടിയൊക്കെ തുക വിതരണം ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ 2 മാസത്തെ തുക, അതായത് ഈ മാസം തന്നെ പ്രഖ്യാപിച്ച 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുൻകൂട്ടി ഉത്തരവ് തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 2 മാസ തുക പ്രഖ്യാപിക്കുമ്പോൾ ഈ 2 മാസ തുക ഒറ്റയടിക്ക് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയല്ല ചെയ്യുന്നത്. 2 മാസത്തെ തുകയാണ്. അതായത് ഈ ഒരു മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും തുക, അത് 25-ാം തീയതി, മാർച്ച് മാസം 25-ാം തീയതി, അതുകൂടാതെ തന്നെ ഏപ്രിൽ മാസം 25-ാം തീയതി ആയിട്ടാണ് ലഭിക്കുക. പക്ഷേ ഇതിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് ധനവകുപ്പ് ഇപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ മാസം പകുതിയോടെ പെരുമാറ്റച്ചട്ടം വരാൻ സാധ്യതയുള്ളതിനാലാണ് പെൻഷൻ വിതരണത്തിനുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടി. ഈ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ 25-ാം തീയതിയാണ് വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അടുത്ത മാസവും ഇതേ രീതിയിൽ പെൻഷൻ വിതരണം നടത്തും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് കഴിയാവുന്നത്ര എല്ലാ ഉത്തരവുകളും നേരിട്ട് ഇറക്കുകയാണ് സർക്കാർ. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും നമുക്ക് ആ ഒരു സമയത്ത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അത് പെരുമാറ്റച്ചട്ടത്തിന് വിധേയമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2 മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നടപടികൾ എടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ 2 മാസത്തേക്കുള്ള തുക, അതായത് മാർച്ച് മാസത്തിലും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തേക്കുള്ള 4000 രൂപ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് യാതൊരു കാരണവശാലും മുടങ്ങില്ല. പക്ഷേ അത് ഒറ്റ തവണയായിട്ട് നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കില്ല, 2 തവണയായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.